നമസ്കാരം. ദീപിക ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ദിവസങ്ങൾ നീണ്ട അനിശ്ചിതത്വത്തിനു ശേഷം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് ലോക്സഭയിൽ പ്രസംഗിച്ചു. ഉച്ചയ്ക്ക് ശേഷം ബജറ്റ് ചർച്ചയിലാണ് അദ്ദേഹം കേന്ദ്ര സർക്കാരിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുമെതിരെ ആഞ്ഞടിച്ചത്. ഇന്ത്യ-US കരാറിനെ രാഹുൽ അതിരൂക്ഷമായി വിമർശിച്ചു. ഇന്ത്യയെ വിൽക്കുന്ന കരാറാണിതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. കരാറിൽ എന്തെന്ന് ഇപ്പോഴും വ്യക്തമല്ല. എപ്സ്റ്റീൻ ഫയൽ അടക്കമുള്ള വിഷയങ്ങൾ പരാമർശിച്ചായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം. കേസിനെ ഭയന്നാണ് കേന്ദ്ര സർക്കാർ US-ന് കീഴടങ്ങിയതെന്നും അദ്ദേഹം പരിഹസിച്ചു. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിനിടയിൽ പലവട്ടം സ്പീക്കർ ഇടപെട്ടു. ബജറ്റ് വിഷയത്തിൽ മാത്രം സംസാരിക്കാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. വിവാദ പരാമർശങ്ങൾ രേഖയിൽ ഉണ്ടാവില്ലെന്നും സ്പീക്കർ പറഞ്ഞു. ഇറാനിൽ നിന്ന് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്തെന്ന ആരോപണത്തിൽ അദാനി എന്റർപ്രൈസിൽ നിന്ന് US ഏജൻസി വിവരങ്ങൾ തേടിയതായി റിപ്പോർട്ട്. കഴിഞ്ഞ വർഷം ജൂണിൽ US മാധ്യമം പ്രസിദ്ധീകരിച്ച ഒരു റിപ്പോർട്ടിൽ ഉപരോധം മറികടക്കാനായി പ്രത്യേക കപ്പൽ പാതകളിലൂടെ അദാനിയുമായി ബന്ധമുള്ള കമ്പനികൾ ഇറാനിൽ നിന്ന് LPG ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തിരുന്നുവെന്ന് പരാമർശിച്ചിരുന്നു. ഇതിന്റെ വെളിച്ചത്തിലാണ് US ഏജൻസി കൂടുതൽ വിവരങ്ങൾ തേടിയത്. എന്നാൽ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് അദാനി എന്റർപ്രൈസസ് നിലപാട് അറിയിച്ചു. ആരോപണം അന്നേ തള്ളിയതാണെന്നും അദാനി ഗ്രൂപ്പ് പ്രതികരിച്ചു. ബസ്സിലെ ദൃശ്യങ്ങൾ പകർത്തി പ്രചരിപ്പിച്ചതിനെ തുടർന്ന് ഗോവിന്ദപുരം സ്വദേശി ദീപക് ജീവനൊടുക്കിയ കേസിൽ അറസ്റ്റിലായ ഷിംജിത മുസ്തഫയ്ക്ക് ജാമ്യം. കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. 50,000 രൂപയുടെ 2 ആൾജാമ്യത്തിലാണ് പ്രതിക്ക് കോടതി ജാമ്യം അനുവദിച്ചത്. നേരത്തെ കുന്നമംഗലം മജിസ്ട്രേറ്റ് കോടതി ജാമ്യാപേക്ഷ തള്ളിയതോടെയാണ് ഷിംജിത പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിച്ചത്. എറണാകുളം ചോറ്റാനിക്കരയിൽ 16-കാരി പാറക്കുളത്തിൽ ജീവനൊടുക്കിയ കേസ് ഇനി പ്രത്യേക സംഘം അന്വേഷിക്കും. പുത്തൻകുരിശ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിൽ സൈബർ പോലീസ് ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടുത്തിയാണ് SIT രൂപീകരിച്ചത്. കേസിൽ പോലീസിന്റെ അന്വേഷണം തൃപ്തികരമല്ലെന്ന് കുടുംബം ആരോപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് SIT രൂപീകരിച്ച് അന്വേഷണം ആരംഭിക്കാൻ ഒരുങ്ങുന്നത്. കൊറിയൻ സുഹൃത്തിന്റെ മരണത്തെ തുടർന്ന് താൻ ജീവൻ ഒടുക്കുന്നു എന്നായിരുന്നു പെൺകുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പ്. ജനുവരി 27-നായിരുന്നു ആദിത്യ എന്ന 16-കാരിയെ വീടിനടുത്തുള്ള കരിങ്കൽ ക്വാറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൊബൈൽ ഫോൺ തുറന്ന് പരിശോധിച്ചെങ്കിലും കൊറിയൻ സുഹൃത്തിനെ കുറിച്ച് വിവരം ലഭിച്ചിരുന്നില്ല. ഫോണിലെ ഇൻസ്റ്റഗ്രാം, വാട്സ്ആപ്പ് ചാറ്റുകൾ ഡിലീറ്റ് ചെയ്ത നിലയിലാണ്. ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്കായി തിരുവനന്തപുരത്തേക്ക് അയച്ചിരിക്കുകയാണ്. കൊറിയൻ സുഹൃത്ത് ചമഞ്ഞ് കുട്ടി ആരെങ്കിലും കബളിപ്പിച്ചതാണോ എന്ന സംശയവും ഉയർന്നിട്ടുണ്ട്. ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തിയതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് 3.4 കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്ന ഓഡിറ്റ് റിപ്പോർട്ട് സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. അയ്യപ്പ സംഗമത്തിന് വേണ്ടി 1 രൂപ പോലും സർക്കാരിൽ നിന്നോ ദേവസ്വം ബോർഡിൽ നിന്നോ കൈപ്പറ്റാൻ പാടില്ല എന്നായിരുന്നു കോടതിയുടെ നിർദ്ദേശം. എന്നാൽ ബോർഡിന് ചെലവായ തുക പൂർണ്ണമായും സ്പോൺസർഷിപ്പിലൂടെ കിട്ടിയില്ലെന്നാണ് റിപ്പോർട്ട്. അതേസമയം ആഗോള അയ്യപ്പ സംഗമവും SITയുടെ അന്വേഷണ പരിധിയിലേക്കെന്ന സൂചനയും പുറത്തുവരുന്നുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ SIT നൽകിയ റിപ്പോർട്ടിൽ ആഗോള അയ്യപ്പ സംഗമത്തെക്കുറിച്ചും പരാമർശമുണ്ട്. TS പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റായപ്പോൾ നടന്ന ആഗോള അയ്യപ്പ സംഗമത്തെക്കുറിച്ചാണ് പരാമർശമുള്ളത്. അയ്യപ്പ സംഗമം തീരുമാനിച്ച ദിവസം ദേവസ്വം യോഗത്തിന്റെ മിനിറ്റ്സിലില്ലെന്നാണ് SIT റിപ്പോർട്ടിൽ പറയുന്നത്. ആഗോള അയ്യപ്പ സംഗമത്തിലെ ഫണ്ട് വിനിയോഗത്തിലെ അവ്യക്തതകളും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. തിരുവല്ല മഞ്ഞാടിയിലെ സ്പാ ബലാത്സംഗ കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന 4ാം പ്രതിയും പിടിയിലായി. തിരുവല്ല ചുമത്ര കോഴിക്കോട്ട് പറമ്പിൽ വീട്ടിൽ രൊക്കൻ എന്ന് വിളിക്കുന്ന പ്രക്ഷോഭാണ് പിടിയിലായത്. പ്രത്യേക അന്വേഷണ സംഘം റാന്നിയിൽ നിന്നുമാണ് പ്രതിയെ പിടികൂടിയത്. ഈ മാസം 1-ാം തീയതി ഉച്ചകഴിഞ്ഞ് 3:30-ഓടെയായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത്. മരണ സുബിൻ അടങ്ങുന്ന 6-അംഗ സംഘം 50,000 രൂപ ഗുണ്ടാപ്പിരിവ് ആവശ്യപ്പെട്ട് സ്പായിലെത്തുകയായിരുന്നു. ജീവനക്കാരിയായ യുവതി പണം നൽകാൻ വിസമ്മതിച്ചതോടെ ഇവരെ മർദ്ദിച്ച ശേഷം സ്പായിലെ മറ്റൊരു ജീവനക്കാരിയെ അതിക്രൂരമായി ബലാത്സംഗത്തിന് ഇരയാക്കുകയായിരുന്നു. സ്പായിലെത്തിയ കസ്റ്റമറായ യുവാവിനെ മർദ്ദിക്കുകയും ജീവനക്കാരിക്കൊപ്പം കിടത്തി നഗ്ന വീഡിയോ സംഘം ചിത്രീകരിക്കുകയും ചെയ്തിരുന്നു. ജീവനക്കാരിയിൽ നിന്ന് 2,500 രൂപ സംഘം പിടിച്ചുവാങ്ങുകയും ചെയ്തിരുന്നു. സംഭവം സംബന്ധിച്ച് CCTV ദൃശ്യം പുറത്തു വന്നതോടെയാണ് പുറം ലോകം നാടിനെ നടുക്കിയ സംഭവം അറിഞ്ഞത്. ഒളിവിലുള്ള 2 പ്രതികൾ ബാംഗ്ലൂരിലുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം. ഇവർക്കായി തെരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട്. വയനാട് മാനന്തവാടിയിൽ 4 വയസ്സുകാരിയെ കാണാതായ സംഭവം തട്ടിക്കൊണ്ടുപോകൽ തന്നെയെന്ന് സ്ഥിരീകരണം. സംഭവത്തിൽ പടിഞ്ഞാറത്തറ പുതുശ്ശേരിക്കടവ് ചാപ്പാളി ജിഹാസ് പിടിയിലായി. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഇയാൾ പിടിയിലായത്. ശനിയാഴ്ച രാത്രിയാണ് വീട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന 4 വയസ്സുകാരിയെ കാണാതായത്. രാത്രി 7:50-ന് പുലിക്കാട് ഭാഗത്ത് നിന്ന് ഒരാൾ ഇരുചക്ര വാഹനം ഓടിച്ചു പോകുന്നതിന്റെ, ബിജുവിന്റെ വീടിന്റെ സമീപം നിർത്തുന്നതിന്റെയും അല്പസമയം കഴിഞ്ഞ് കുട്ടിയുമായി പോകുന്നതിന്റെയും CCTV ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു. വീട്ടുകാരും നാട്ടുകാരും പോലീസും നടത്തിയ തെരച്ചിലിൽ 2 മണിക്കൂറിന് ശേഷം തരുവണയിലാണ് കുട്ടിയെ കണ്ടെത്തിയത്. ആഭരണങ്ങൾ കവരുന്നതിനാണ് കുട്ടിയെ ജിഹാസ് തട്ടിക്കൊണ്ടുപോയതെന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. കുട്ടി ബഹളം വെച്ചതോടെയാണ് ഇയാൾ കുട്ടിയെ ഉപേക്ഷിച്ച് കടന്നത്. കേന്ദ്ര തൊഴിലാളി സംഘടനകളും ദേശീയ തൊഴിലാളി ഫെഡറേഷനുകളും പ്രഖ്യാപിച്ച 24 മണിക്കൂർ അഖിലേന്ത്യാ പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി 12-ന് ആരംഭിക്കും. സംയുക്ത കർഷക മോർച്ചയും കർഷക തൊഴിലാളി സംഘടനകളും CPM, CPI അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളും പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വ്യാഴാഴ്ച 650 കേന്ദ്രങ്ങളിൽ പ്രതിഷേധ റാലികളും യോഗങ്ങളും സംഘടിപ്പിക്കുമെന്ന് CITU അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എളമരം കരീം പറഞ്ഞു.
പാൽ, പത്രം അടക്കമുള്ള അവശ്യ സർവീസ് ഒഴികെ മറ്റെല്ലാ മേഖലയിലെയും തൊഴിലാളികൾ പണിമുടക്കിൽ പങ്കെടുക്കുമെന്ന് എളമരം കരീം അറിയിച്ചു. എറണാകുളം പെരുമ്പാവൂരിൽ എയ്ഡ്സ് രോഗികൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കും. ഫെബ്രുവരി 22-നാണ് ക്യാമ്പ്. ആരോഗ്യ ഉത്സവം എന്ന പേരിൽ നടത്തുന്ന ക്യാമ്പിൽ പരമാവധി അന്യസംസ്ഥാന തൊഴിലാളികളെ പങ്കെടുപ്പിക്കാനും സമഗ്ര ആരോഗ്യ പരിപാലനവുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണവും മെഡിക്കൽ ചെക്കപ്പും നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. പെരുമ്പാവൂരിൽ 10 മലയാളികളും സ്ത്രീകളും അടക്കം 27 പേർക്ക് എയ്ഡ്സ് സ്ഥിരീകരിച്ചതായാണ് പെരുമ്പാവൂർ താലൂക്കിലെ ആരോഗ്യവകുപ്പ് വിഭാഗം നൽകുന്ന കണക്ക്. അതേസമയം അന്യസംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ എയ്ഡ്സ് രോഗം വർദ്ധിക്കുന്നുവെന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ പെരുമ്പാവൂരിൽ സംസ്ഥാന എയ്ഡ്സ് നിയന്ത്രണ സൊസൈറ്റി പ്രൊജക്ട് ഡയറക്ടർ പീയൂഷ് എം നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ അവലോകന യോഗം ചേർന്നിരുന്നു. ഇതോടുകൂടി പ്രധാന വാർത്തകൾ അവസാനിച്ചു. സത്യസന്ധമായ വാർത്തകൾ അറിയാൻ ദീപിക ന്യൂസ് ഫോളോ ചെയ്യൂ.